താങ്ക് യു എവരി വൺ. നമ്മുടെ ഡെയിലി റീഡിങ്ങിൽ പരിശുദ്ധ നോയമ്പിലെ 4-ാമത്തെ തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 4-ാമത്തെ തിങ്കളാഴ്ചയുടെ വേദവായനാക്രമം ആണ് നമ്മൾ ധ്യാനിക്കുന്നത്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 2 മുതലുള്ള ഭാഗങ്ങളാണ് ആദ്യം വായിക്കുന്നത്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം. യഹോവ മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, കൃപാസനത്തിന്റെ മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനോടും കൂടെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. അവൻ പഞ്ഞി നൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞി നൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞി നൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയും വെക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്നും പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹ്റോൻ യഹോവയ്ക്ക് എന്നൊരു ചീട്ടും അസസേലിന് എന്ന് മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടണം. യഹോവയ്ക്ക് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹ്റോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ വായനാ ഭാഗം. ഇവിടെ ഏറ്റവും ചിന്തനീയമായ ഒരു വിഷയം, അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ അവൻ പഞ്ഞി നൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞി നൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞി നൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞി നൂൽ കൊണ്ടുള്ള മുടിയും വെക്കണം. അഹ്റോൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. രോമം കൊണ്ടുള്ള, അതായത് കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കരുത്. മറിച്ച് കോട്ടൺ വസ്ത്രങ്ങൾ വേണം ധരിക്കുവാൻ. അടുത്തത്, 2 ആടുകളെ സെലക്ട് ചെയ്യുക. ഒന്നിനെ യാഗം കഴിക്കുക, മറ്റതിനെ മരുഭൂമിയിലേക്ക് പാപച്ചുമടുമായി അയക്കുക. പാളയത്തിന് പുറത്തു വെച്ച്, നഗരവാതിലിന് പുറത്തു വെച്ച് യേശു തമ്പുരാൻ കഷ്ടം അനുഭവിച്ചു എന്നതിന്റെ മുൻകുറിയായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. സമാഗമന കൂടാരത്തിന്റെ ആചാരങ്ങൾ മനുഷ്യ വർഗം മുൻപോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ മനസ്സിലാക്കുമ്പോൾ താമസിച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി റീക്യാപ്പായിട്ട് പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് there is only one God. കാരണം ആകാശത്തൊരു സൂര്യനെ കാണുന്നുള്ളൂ. ഒരു ഹിന്ദു സൂര്യനെയും ഒരു മുസ്ലിം സൂര്യനെയും ഒരു ക്രിസ്ത്യൻ സൂര്യനെയും ഒന്നും കാണുന്നില്ല. there is only one sun. ഒരു സൂര്യനെ കാണുന്നു. അപ്പോൾ ഒരു ദൈവമേ ഉള്ളൂ. അതാണ് വ്യക്തമായി പറയുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. That is gospel. There is only one God and one mediator between man and God, that is Christ Jesus. ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ലോകം എത്തുന്നു. അതാണ് ഗോസ്പൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനുഷ്യവർഗം അതിന്റെ യാത്ര തുടങ്ങിയിട്ട്
മുൻപോട്ട് പോരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഗ്രഹിപ്പാൻ മനുഷ്യർക്ക് കഴിവില്ല. പലരും ഇപ്പോൾ ദൈവത്തെ കുറ്റം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് യുക്തിവാദികൾ. മതഗ്രന്ഥങ്ങളിലെ തെറ്റുകൾ, കുറവുകളൊക്കെ ഭൂതക്കണ്ണാടി വെച്ച് കണ്ടുപിടിച്ച് പെരുപ്പിച്ച് കാണിച്ച് പരിഹസിക്കുക. ദൈവത്തിന് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ മനുഷ്യനോട് സംസാരിക്കുവാൻ പറ്റത്തില്ല. ദൈവം മനുഷ്യനായതാണ് യേശു കർത്താവ്. ദൈവം മനുഷ്യനായി വന്നിട്ട് സംസാരിച്ചെന്താ? ദൈവം മനുഷ്യനായിട്ട് വന്നിട്ട് ഈ യൂണിവേഴ്സിനെ എങ്ങനെയാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ സിദ്ധാന്തങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഭൂമി എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്, ചന്ദ്രനെ എങ്ങനെയാണ്, ഇതൊന്നും അല്ല പറഞ്ഞത്. താമരയെ നോക്കുവീൻ, കാക്കയെ നോക്കുവീൻ, ആകാശത്തേക്ക് നോക്കുവീൻ. അപ്പൊ അവർക്ക് മനുഷ്യന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പിന്നീട് കർത്താവ് പറയാണ്, ഞാൻ ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. ഞാൻ ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പിന്നെ എന്ത് ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ നിങ്ങളെ വളർച്ചയിലേക്ക് നയിക്കും. അല്ലാതെ ആദ്യം തന്നെ ഇതെല്ലാം പറയല്ല. ഇപ്പൊ ഇന്ന് യുക്തിവാദികളായിരിക്കുന്ന ഇപ്പൊ PhD ഉള്ള ഒരു യുക്തിവാദി ഉണ്ടെങ്കിൽ, അത്രയും അറിവുള്ള ഒരാൾ നിങ്ങളുടെ കുഞ്ഞിനെ, മകനെ അല്ലെ മകളെ കൊണ്ട് നിർത്തിയാൽ നിങ്ങളുടെ അത്ര അറിവുണ്ടോ? നമ്മൾ ഡോണ്ട് ബി ഫൂളിഷ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്, നിങ്ങൾക്കിപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവ് ആ കുഞ്ഞിനുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്താ അബദ്ധമായി ചോദിക്കുന്നത്? അത് തന്നെ, ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യർ. അപ്പൊ ദൈവത്തിന് തുല്യമായ അറിവുണ്ടാവുകയില്ല. ദേ നീഡ് ടു ഗ്രോ. ദൈവത്തോളം വളരണം. അതിനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അതിനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. അതാണ് സത്യസുവിശേഷം. ഇതാണ് ഗോസ്പൽ. എന്തിനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? നമ്മൾ അവനോട് തുല്യരായി തീരുവാൻ. അതിനാണ് ക്രിസ്തു വന്നത്. ദൈവം മനുഷ്യനായി, വേർഡ് ബിക്കെയിം ഫ്ലഷ്. പരിശുദ്ധാത്മാവിനെ എല്ലാ മനുഷ്യരിലേക്കും വർഷിച്ചു. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും അവരെ വഴി നടത്തുന്നു. മനുഷ്യവർഗം വളർച്ചയിലൂടെ നീങ്ങുകയാണ്. ദൈവത്തെ പോലെ ആകും മനുഷ്യൻ. ദൈവത്തെ പോലെ ആകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോ മനുഷ്യവർഗത്തിന്റെ അറിവ് വർദ്ധിച്ച് മൈക്രോബയോളജിയിലും നാനോ ടെക്നോളജിയിലും സൂക്ഷ്മ ലോകത്തിലേക്ക് കടന്നു. അതായത് ഒരു മുട്ടുസൂചിയുടെ
അറ്റത്ത് ഉള്ള ഒരു ചെറിയ പൊട്ടില് ഈ മുഴുവൻ യൂണിവേഴ്സിനേക്കാളും വലിയ യൂണിവേഴ്സ് ഉണ്ട്. ആണ് സൂക്ഷ്മലോകം. അതിലിപ്പോൾ ശാസ്ത്രം കടന്നു. നാനോ ടെക്നോളജി, അതിന്റെ ഡെവലപ്മെന്റ് വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു ബിന്ദു എടുത്താൽ ആ ബിന്ദുവിനകത്തേക്ക് കടന്നു നോക്കുവാൻ ശാസ്ത്രത്തിന് ഇപ്പോൾ കഴിയുന്നു. മനുഷ്യൻ നോക്കുകയാണ്. മനുഷ്യൻ നോക്കുമ്പോൾ കാണുന്ന വലിയ ലോകമാണ്, വിശാലമായ ലോകം. പക്ഷെ നമുക്കതൊരു മുട്ടുസൂചി മാത്രം, മുട്ടുസൂചിയുടെ ഒരു മുട്ട് മാത്രമാണ്. ആ ഒരു മുട്ടുസൂചിയുടെ മുട്ടിൽ ഈ യൂണിവേഴ്സിനേക്കാളും വലിയ യൂണിവേഴ്സ് ഉണ്ട്. ഇപ്പൊ ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നും ഉള്ളതിന്റെ ഒരു വലിയ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് മനുഷ്യവർഗം നീങ്ങുകയാണ്. ഇപ്പൊ ശാസ്ത്ര പുരോഗതിയിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനറ്റിക്കൽ സയൻസ്, ജനറ്റിക്കലി നൗ മാൻ ക്യാൻ റീമോഡിഫൈ എവരിത്തിങ്. പുഷ്പങ്ങളുടെ കളർ മാറ്റുന്നു, പഴങ്ങളുടെ രൂപം മാറ്റുന്നു, രുചി മാറ്റുന്നു, മധുരം കൂട്ടുന്നു, കുറയ്ക്കുന്നു, ടേസ്റ്റ് മാറ്റുന്നു. സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ അനാവശ്യമായി കൈ കടത്തുന്നു എന്ന് പറഞ്ഞ് മതമൗലികവാദികൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ട്രൂ ഗോസ്പൽ, ഗ്ലോറിയസ് ഗോസ്പൽ പറയും യെസ്, ഗോഡ് ഡിലൈറ്റ്സ് ഇൻ ഇറ്റ്. ദൈവം അതിൽ സന്തോഷിക്കുന്നു. കാരണം തന്റെ മക്കൾ തന്നോട് പോലെ ആകുവാനാണ് ഗോസ്പൽ പറയുന്നത്. ദൈവം അനുവദിക്കുന്നു എന്നുള്ളതല്ല, ദൈവം അതിൽ സന്തോഷിക്കുന്നു. ചിലർ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നുണ്ട്, മനുഷ്യർ ഇതിലേക്കെല്ലാം കൈകടത്തി, മനുഷ്യർ അതിലേക്ക് കൈകടത്തക്ക വിധത്തിൽ അവൻ വളരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ എന്നും ശിശുവായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ മനുഷ്യരാശിയുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന, മനുഷ്യരാശിയുടെ വളർച്ചയിൽ മനുഷ്യരാശിയോടൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നത്. അതാണ് ട്രൂ ഓതന്റിക് ഗോസ്പൽ. അല്ലാതെ ജ്ഞാനം ഇവിടം കൊണ്ട് അവസാനിച്ചു, അറിവ് ഇവിടം കൊണ്ട് തീർന്നു, വെളിപ്പാട് ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത് വെക്കുന്നല്ല. അത് മതമൗലികവാദമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് സമാഗമന കൂടാരമാണ്. അത് ആ കാലഘട്ടത്തിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തെ ഗ്രഹിക്കുവാൻ ദൈവം മനുഷ്യന് കൊടുത്ത ഒന്നാണ് സമാഗമന കൂടാരം. സ്വർഗീയമായതിന്റെ ഭൗമികമായ മാതൃക എന്നാണ് സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുന്നത്. 50 അധ്യായങ്ങളാണ് ബൈബിളിൽ സമാഗമന കൂടാരത്തെ കുറിച്ച് എഴുതാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 50 അധ്യായങ്ങൾ. നിങ്ങൾ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന സമാഗമന കൂടാരം ഇസ്രായേൽ പാളയത്തിന്റെ നടുവിലായിരുന്നു. സമാഗമന കൂടാരം തഹശുതോൽ കൊണ്ടുള്ള ഒരു കൂടാരമായിരുന്നു. ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, പക്ഷെ ഇപ്പോൾ ഉള്ളവർക്ക് ആ ഉദാഹരണമൊന്നും മനസ്സിലാകത്തില്ല. തഹശുതോൽ അതുകൊണ്ട് പൊതിഞ്ഞ ആ കൂടാരം ഇങ്ങനെ പാളയത്തിന് നടുക്ക് നിൽക്കുന്നു. നിങ്ങൾ ഈ പഴയ കാലത്ത് ഈ കൊല്ലന്റെ ആലയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ ഉലയുണ്ട്, ഒരു വലിയ കവർ ഇങ്ങനെ എടുക്കും, അത് എയർ ബ്ലോ ചെയ്യുന്നത്. അവരിങ്ങനെ ഇതാ പിടിച്ച് വലിക്കുമ്പം അതിങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. വലിയൊരു ബാഗാണ്. അതിപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ കാണാം, ഇങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന ബാഗ്. അതുപോലെയായിരുന്നു ഈ സമാഗമന കൂടാരം. അതായത് ഈ സമാഗമന കൂടാരത്തിന്റെ അടുത്തൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ കൂടാരം ഇങ്ങനെ ചുരുങ്ങും, ചിലപ്പോൾ ഇതിങ്ങനെ വികസിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് ആ സമാഗമന കൂടാരത്തെ ലിസൺ ചെയ്യുമ്പോൾ ഈ കൂടാരം ചുരുങ്ങുന്നത് അവർക്ക് കാണാമായിരുന്നു. ആ സമയത്ത് ചെറിയൊരു ശബ്ദമുണ്ട്, റൂഹ, ബ്രീത്ത് ഓഫ് ഗോഡ്. അക്ഷരികമായിട്ട് അവരുടെ പാളയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ശ്വാസം ദൃശ്യരൂപത്തിൽ നിലനിന്നു. അവർക്ക് ഭയമായിരുന്നു ആ കൂടാരത്തെ. കാരണം ആ കൂടാരം ഇടയ്ക്ക് ഇങ്ങനെ ചുരുങ്ങും, ഇടയ്ക്ക് വികസിക്കും. അക്ഷരികമായ ദൈവസാന്നിധ്യം ആ കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ടാണ് പൗലൂസ് ശ്ലീഹ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. റെവലേഷനാണ്, പ്രോഗ്രസീവ് റെവലേഷൻ. അപ്പൊ ആ കൂടാരത്തിലേക്ക്, ദൈവസാന്നിധ്യമുള്ള ആ കൂടാരത്തിലേക്ക് എപ്പോഴും ഓടിക്കയറരുത് എന്നാണ്
നീ അവിടേക്ക് വരുമ്പോൾ പ്രിപ്പറേഷനോടുകൂടെ വരിക. പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച്, പഞ്ഞിനൂല് വിശുദ്ധിയെ കാണിക്കുകയാണ്. ദൈവത്തിന്റെ വിശുദ്ധിയാണ്, നമ്മുടെ വിശുദ്ധിയല്ല. എഫോർട്ട്ലെസ് ആണ്, വേർപ്പുണ്ടാകാതെ, നമ്മുടെ അധ്വാനം കൊണ്ടല്ല നമ്മൾ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നു. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ അവർ പെർഫോമൻസ്. ദൈവത്തിന് ഗ്ലോറി കൊടുക്കുകയാണ്. അവിടെ 2 ആടുകളെ എടുക്കും. എന്നിട്ട് ഈ അസസേലിനുള്ള ആടിനെ മരുഭൂമിയിലേക്ക് അയക്കും. യഹോവയ്ക്കുള്ള ആടിനെ യാഗം കഴിക്കും. ഇതാണ് അന്നത്തെ പതിവ്. അപ്പം അതേക്കുറിച്ചാണ് നമ്മൾ ആദ്യം വായിച്ചത്. രണ്ടാമത്തെ ഭാഗം ഇയ്യോബിന്റെ പുസ്തകം 24 അധ്യായം 1 വാക്യം മുതലാണ് രണ്ടാമത്തെ വായനാ ഭാഗം. ഇയ്യോബിന്റെ പുസ്തകം ഈ പാപയാഗം കഴിക്കുമ്പം അവർ ഈ മരുഭൂമിയിലേക്ക് ആടിനെ വിടുമ്പം അവിടെ ഒരു ചുവന്ന ചരട് ഈ സമാഗമന കൂടാരത്തിന്റെ ഈ ദൈവാലയത്തിന്റെ വാതിൽക്കൽ കെട്ടിത്തൂക്കിയിടും. എന്നിട്ടാണ് ഈ ആടിനെ മരുഭൂമിയിലേക്ക് വിടുന്നത്. ആട് ഈ മരുഭൂമിയിലേക്ക് പോകുന്ന ഇവർ നോക്കി 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 നിൽക്കും. ഇവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറിയും. ആട് നടന്ന് 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 ആ പാറക്കെട്ടിന് മുകളിലൂടെ നടന്ന് ആ പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ് ഈ ആട് ചാകും. അപ്പൊ ഈ ആട് മരുഭൂമിയിലേക്ക് പോയി കഴിയുമ്പോൾ പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും ശ്രദ്ധ മുഴുവൻ ഈ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ചുവന്ന ചരടിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവർ നോക്കി നിൽക്കുമ്പോൾ ഈ ചുവന്ന ചരടിന്റെ നിറം വെള്ളയായി മാറും. ഇവരുടെ യാഗം ദൈവം സ്വീകരിക്കുന്നതാണ്. ഇപ്പൊ ദൈവത്തിന്റെ ആ യാഗം സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു പതിവുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ എഴുതുമ്പോൾ നിങ്ങളുടെ പാപം എത്ര കടുചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയായി തീരും, രക്താംബരം പോലെ ചുവന്നതായിരുന്നാലും. രക്താംബരം എന്ന് പറഞ്ഞാൽ ചുവന്ന നൂലാണ്. അമ്പരം വസ്ത്രമാണ്, വസ്ത്രം നൂലാണ്. ഈ നൂല് തൂക്കിയിടും, ആ നൂല് വെണ്മയാകും. അതാണ് പാപയാഗം. ഇത് ഇസ്രായേലിയർ അനുഭവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർക്കൊരു അഹന്തയുണ്ടായിരുന്നു അവരുടെ മതത്തെ സംബന്ധിച്ച്. കാരണം അവരെ സംബന്ധിച്ച് അവർ ദൈവത്തിന്റെ സാന്നിധ്യം, അവരുടെ പിതാക്കന്മാർ നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലും മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടു. ശക്തിമാന്മാരുടെ അപ്പം തിന്നു, പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് വെള്ളം കുടിച്ചു. അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവമായ കർത്താവ് അവരെ പിന്തുടർന്ന് നടന്നു. അവർ ജാതികളെ അടക്കി, രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി, യുദ്ധങ്ങളിൽ അവർ വിജയിച്ചു, വീരന്മാരായി തീർന്നു. രാജ്യങ്ങൾ അവരെ കണ്ട് നടുങ്ങി, പർവ്വതങ്ങൾ വിറച്ചു, കുന്നുകൾ തുള്ളി. അവർ സൈന്യം പോലെ പുറപ്പെട്ടു, ഭൂതലം ഭ്രമിച്ചുപോയി. അവർക്ക് വലിയ അധികാരമുണ്ടായിരുന്നു, അവർക്ക് വലിയൊരു ഉറപ്പുണ്ടായിരുന്നു അവരുടെ ദൈവത്തിൽ. അവരുടെ പാളയത്തിന്റെ നടുവിൽ ആ ശ്വസിക്കുന്ന സമാഗമന കൂടാരമുണ്ടായിരുന്നു. അവർ പെട്ടകവുമായിട്ട് പുറപ്പെട്ടാൽ രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നു. ദൈവസാന്നിധ്യം അവരുടെ നടുവിലുണ്ട്, ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധാർഷ്ട്യം അവർക്കുണ്ടായിരുന്നു. യെരുശലേം ദൈവാലയം 46 വർഷം കൊണ്ട് പണിത ലോകത്തിലെ കീർത്തിപ്പെട്ട ദൈവാലയം അവർക്കുണ്ടായിരുന്നു. ആ ദൈവാലയത്തിലും ഓരോ വർഷവും അവർ തൂക്കിയിടുന്ന ചുവന്ന നൂല് വെണ്മയായിക്കൊണ്ടിരുന്നു. അവരുടെ പാപങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഈ ചുവന്ന നൂല് തൂക്കിയിടും, പുരോഹിതന്മാരും ജനവും നോക്കിക്കൊണ്ട് നിൽക്കും. അതാണ് ഒരു കർത്താവിനെ ക്രൂശിച്ചത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം അവർ പാപയാഗം നടത്തിയപ്പം ഈ ചുവന്ന ചരട് തൂക്കിയിട്ടു. അവർ ആടിനെ മരുഭൂമിയിലേക്ക് അയച്ചു. പതിവ് പോലെ നോക്കി നിന്നിട്ട് നിറം മാറിയില്ല. കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഒരു പ്രാവശ്യം പോലും ആ അത്ഭുതം യെരുശലേമിൽ സംഭവിച്ചില്ല. അതാണ് യെരുശലേമിൽ അനേക പുരോഹിതന്മാർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞത്. കാരണം അവിടെ നിന്ന് അത് മാറി. അതുകൊണ്ടാണ് സഭ പാടുന്നത് പൗരോഹിത്യം രാജ്യം പ്രവചനമെന്നീവയന്യേ
യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം ദേവാ, ദയുണ്ടാക്കേണം നാഥ, കൃപ തോന്നേണമൻപാൽ. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയാക്കും. വർഷത്തിലൊരിക്കൽ ഈ ദൈവാലയത്തിന്റെ മുമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ആ ചരടിന്റെ നിറം മാറുന്നത് പോലെ ദൈവസന്നിധിയിൽ നിന്റെ പാപങ്ങൾ മായ്ക്കപ്പെടും. യെശയ്യാവ് പ്രവചിക്കുകയാണ്. ഇപ്പൊ സൗജന്യ നീതീകരണമാണ് ക്രിസ്തുവിൽ. ആ ഒരു അവയർനെസ്സിലേക്ക് വരിക. അപ്പൊ അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 24 അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളാണ്. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ടുപോയി മേയ്ക്കുന്നു. ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ടുപോയി മേയ്ക്കുന്നു. ഈ പള്ളി പിടിച്ചെടുക്കുന്നതും ആടുകളെ പിടിച്ചോണ്ട് പോകുന്നതും ഒക്കെയാണ്. പെന്തക്കോസ്തുകാരൊക്കെ കത്തോലിക്കരെയും യാക്കോബക്കാരെയൊക്കെ പിടിച്ചോണ്ട് വന്നേ ആടുമോഷണം, അതിരി മാറ്റുക. ചിലർ അനാഥന്മാരുടെ കഴുതിയെ കൊണ്ടുപോയി കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു, ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു. ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു. അവർ മരുഭൂമിയിലെ കാട്ടുകഴുതുകളെ പോലെ ഇര തേടി വേലയ്ക്ക് പുറപ്പെടുന്നു. ശൂന്യപ്രദേശം മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം. അവർ വയലിൽ അന്യന്റെ പയർ പറിക്കുന്നു, ദുഷ്ടന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പെറുക്കുന്നു. അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചു കൂട്ടുന്നു. കുളിരിൽ അവർക്ക് പുതപ്പുമില്ല. അവർ മലകളിൽ മഴ നനയുന്നു. മറവിടമില്ലായാൽ അവർ പാറകളെ ആശ്രയിക്കുന്നു. ചിലർ മുല കുടിക്കുന്ന അനാഥ കുട്ടികളെ അപഹരിക്കുന്നു. ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു. അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു. ചിലർ ഇരുട്ടത്ത് വീട് തുറന്നു കയറുന്നു. പകൽ അവർ വാതിലടച്ചു പാർക്കുന്നു. വെളിച്ചത്തിറങ്ങുന്നതുമില്ല. പ്രഭാതം അവർക്കൊക്കെയും അന്ധതമസ്സു തന്നെ. അന്ധതമസ്സിന്റെ ഘോരത്വങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഈ വായിക്കുന്ന 17 വാക്യങ്ങളിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വവും അനീതിയും ആണ് കാണിക്കുന്നത്. ഇപ്പൊ നോയമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ വഞ്ചന മാറ്റുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഒരു നോയമ്പിന്റെ ഒരു പാട്ട്, എൻ്റെ 1 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് പാടുന്നത്. വഞ്ചനയാറ്റൊരു ഹൃദയത്തിൽ ദൈവം വാഴുന്നു. പാവനമാ മനമതിൽ വാഴുന്നു. നോമ്പുത്തമമാ പ്രാർത്ഥനയുൽ കൃഷ്ണം നിർമ്മല ഹൃദയം രണ്ടിനെയും വെല്ലും. നീതിപരന്മാർ നിർമ്മലരായി വയലിൽ പണി ചെയ്തു. ഇതാ പറയുന്നത്, വഞ്ചനയറ്റ ഹൃദയത്തിൽ ദൈവം വാഴുന്നു. നമ്മൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതി, അസമത്വങ്ങൾ, ചൂഷണങ്ങൾ, പീഡനങ്ങൾ, കവർച്ചകൾ, ഇതിനെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഫർദർ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യം അവിടെയില്ല. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. 2 രാജാക്കന്മാർ 12 അധ്യായം 7 മുതലുള്ള ഭാഗങ്ങൾ. 2 രാജാക്കന്മാർ 12 അധ്യായം 7 മുതലുള്ള ഭാഗങ്ങൾ. വിനുവി പീറ്റർ എന്ന ID എഴുതിയത് ഞാൻ കണ്ടു. ദുരുപദേശം പ്രസംഗിക്കുന്നു എന്നാണ് ആ ഐഡിയലിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആള് എഴുതുന്നത്. താങ്കളുടെ പ്രയാസം എനിക്ക് മനസ്സിലാവും. ഞാൻ ഈ സതുപദേശം കേൾക്കാൻ വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. കാരണം നിത്യജീവൻ സത്യോപദേശത്തിലുണ്ട്. ബിനുവി പീറ്ററോ അല്ലെങ്കിൽ മോന്റെ അച്ഛൻ പീറ്ററോ അല്ലെങ്കിൽ ആരെയും വിട്ടൊരു സതുപദേശം പ്രസംഗിപ്പിക്കുക. ഇവിടെ ലൈവിൽ വന്ന് പ്രസംഗിച്ചാലും മതി, അല്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് ടാഗ് ചെയ്താൽ മതി.
ബിനു പീറ്ററിന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, പാസ്റ്ററോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രിങ് ദം. ചുമ്മാതെ കമന്റ് ഇടാതെ. ഞങ്ങൾക്ക് സത്യോപദേശം കേൾക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമുണ്ട്. ഞാൻ ഈ ലൈവ് കേൾക്കുന്ന ബിനു പീറ്ററോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, എന്നെ സത്യത്തിലേക്ക് നയിക്കൂ. ആർക്കും നയിക്കണ്ട. ഞാൻ നശിച്ചു പോട്ടെന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹം. ഞാൻ എല്ലാ ദിവസവും ലൈവിൽ വന്ന് നിലവിളിക്കുകയാണ്. എനിക്ക് കിട്ടിയ പരിമിതമായ ബോധ്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നെ പൂർണ്ണമായ സത്യത്തിലേക്ക്, അല്ലെ കുറെ കൂടെ ബെറ്റർ സത്യത്തിലേക്ക് നയിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സഹായിക്കൂ. ബിനു പീറ്റർ, നിനക്കോ നിന്റെ അച്ഛനോ നിന്റെ വല്യച്ഛനോ ആർക്ക് വേണേലും ഒന്ന് സഹായിക്കാം. പറ്റത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കും. മനസ്സിലായോ? ഇറ്റ്സ് ആൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. ആർക്ക് വേണേലും വരാം. എന്നെ സത്യത്തിലേക്ക് നയിക്കൂ. ഞാൻ പറയുന്നത് ദുരുപദേശമാണെങ്കിൽ സത്യോപദേശം വന്ന് പറയൂ. അവൻ വീട്ടിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു പറ്റുമോ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. യഹോവാശ് രാജാവ് യഹോയാദ പുരോഹിതനെയും ശേഷൻ പുരോഹിതന്മാരെയും വരുത്തി അവരോട്, നിങ്ങൾ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാതിരിക്കുന്ന എന്ത്? ഇനി നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരുടെ ദ്രവ്യം വാങ്ങാതെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അത് കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാർ ഞങ്ങൾ മേലാൽ ജനത്തോട് ദ്രവ്യം വാങ്ങാതിരിപ്പാനും ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാതിരിപ്പാനും സമ്മതിച്ചു. അപ്പോൾ യഹോയാദ പുരോഹിതൻ ഒരു പെട്ടകമെടുത്ത് അതിന്റെ മൂടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി യാഗപീഠത്തിനരികെ യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വലതുഭാഗത്ത് വെച്ചു. വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിലേക്ക് വരുന്ന ദ്രവ്യമൊക്കെയും അതിലിടും. പെട്ടകത്തിൽ ദ്രവ്യം വളരെയായി എന്ന് കാണുമ്പോൾ രാജാവിന്റെ രായസക്കാരനും മഹാപുരോഹിതനും കൂടെ ചെന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം എണ്ണി സഞ്ചികളിൽ കെട്ടും. അവർ ദ്രവ്യം യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുന്ന വിചാരകന്മാരുടെ പക്കൽ തൂക്കിക്കൊടുക്കും. അവർ അത് യഹോവയുടെ ആലയത്തിൽ പണി ചെയ്യുന്ന ആശാരിമാർക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും കല്ലുവെട്ടുകാർക്കും യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാൻ വേണ്ടുന്ന മരവും ചെത്തിയ കല്ലും വാങ്ങുന്നതിനും ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന ചെലവൊക്കെയും കഴിക്കുന്നതിനും കൊടുക്കും. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം കൊണ്ട് വെള്ളിക്കിണ്ണം, കത്രിക, കലം, കാഹളം എന്നിങ്ങനെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർ യഹോവയുടെ ആലയം വകയ്ക്ക് ഉണ്ടാക്കാതെ പണി ചെയ്യുന്നവർക്ക് മാത്രം അത് കൊടുക്കും. അങ്ങനെ യഹോവയുടെ ആലയത്തിന് അറ്റകുറ്റം തീർക്കും. എന്നാൽ പണി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടതിന് ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്ക് ചോദിച്ചില്ല. വിശ്വാസത്തിന്മേലായിരുന്നു അവർ പ്രവർത്തിച്ചു പോകുന്നത്. അകൃത്യാഗത്തിന്റെ ദ്രവ്യവും പാപയാഗത്തിന്റെ ദ്രവ്യവും യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്നില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. ആ കാലത്ത് അരാം രാജാവായ ഹസായേൽ പുറപ്പെട്ട് ഗത്തിനെ യുദ്ധം ചെയ്ത് പിടിച്ചു. ഇത്രയും ഭാഗങ്ങളാണ് അവിടെ വായനാ ഭാഗത്തിൽ ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ആ ഭാഗം വായിച്ചിട്ട്? എന്തെങ്കിലും ചിന്തകൾ അവിടെ ഉണ്ടോ? ഒരു സെക്കൻഡ്. ആ കാലത്ത് അരാം രാജാവായ ഹസായേൽ പുറപ്പെട്ട് ഗത്തിനെതിരെ യുദ്ധം ചെയ്ത് പിടിച്ചു. ഹസായേൽ യെരുശലേമിന്റെ നേരെയും വരേണ്ടതിന് ദൃഷ്ടി വെച്ചാറ് യഹൂദ രാജാവായ യഹോവാഷ് തന്റെ പിതാക്കന്മാരായ യഹോശാഫാത്ത്, യഹോരാം, അഹസ്യാവ് എന്നീ യഹൂദ രാജാക്കന്മാർ നിവേദിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ നിവേദിച്ചിരുന്ന വസ്തുക്കളും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലുമുള്ള പൊന്നൊക്കെയും എടുത്ത് അരാം രാജാവായ ഹസായേലിന് കൊടുത്തു. അങ്ങനെ അവൻ യെരുശലേമിനെ വിട്ടുപോയി. ഇവിടെ ഒരു ദൈവാലയത്തില് വഞ്ചിക വെക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.
ഭണ്ഡാരം. ആ മാതൃകയിലാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ പള്ളികളിലൊക്കെ ഭണ്ഡാരമുള്ളത്. മനസ്സിലായോ? ഭണ്ഡാരം എവിടുന്ന് വന്നെന്നുണ്ടോ? ഭണ്ഡാരത്തിന്റെ സമ്പ്രദായം, ആ പാരമ്പര്യം വന്നിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. എന്നിട്ട് അവര് ചെന്ന് പണം എണ്ണി സഞ്ചിയിലാക്കി ട്രസ്റ്റിമാരെ ഏൽപ്പിക്കുന്നു, അവർ കണക്ക് വെക്കുമെന്നും അത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടിരിക്കുന്നത്. എന്നാൽ ശത്രുവിന്റെ ഉപരോധത്തിൽ അതൊക്കെയും ശത്രു അപഹരിച്ചുകൊണ്ട് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അടുത്ത ഭാഗം ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയാണ്. ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെ. ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെ. സിയോനിൽ സ്വൈരികളായി ശമര്യ പർവ്വതത്തിൽ നിർഭയരായി ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗൃഹം വന്നു ചേരുവാനായുള്ളവരെ, നിങ്ങൾക്കയ്യോ കഷ്ടം. നിങ്ങൾ കൽനയ്ക്ക് ചെന്ന് നോക്കുവിൻ, അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് പോകുവിൻ, ഫിലിസ്തീനയുടെ ഗത്തിലേക്ക് ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയോ? അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തെക്കാൾ വിസ്താരമുള്ളതോ? നിങ്ങൾ ദുർദിവസം അകറ്റി വെക്കുകയും സാഹസത്തിന്റെ ഇരിപ്പിടം അടുപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷതയിലും പൂശുകയും ചെയ്യുന്നു. യോസഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളിൽ മുമ്പരായി പ്രവാസത്തിലേക്ക് പോകും. നിവർന്നു കിടക്കുന്നവരും മദ്യപാനഘോഷം തീർന്നു പോകും. യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഞാൻ യാക്കോബിന്റെ ഗർവത്തെ വെറുത്ത് അവന്റെ അരമനകളെ ദ്വേഷിക്കുന്നു. ഞാൻ പട്ടണവും അതിൽ ഉള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് അടുത്ത വായനാഭാഗം. Woe to you who are at ease in Zion and trust in Mount Samaria, notable persons in the chief nation, to whom the house of Israel comes. Go over to Kalna and see, and from there to go Hamath the great, then go down to Gath of the Philistines. അടുത്തൊരു ശക്തമായ ഒരു പ്രവചനമാണ് നമ്മൾ അവിടെ വായിച്ചത്. അടുത്ത അപ്പോസ്തലപ്രവൃത്തി 14. മുതലുള്ള വാക്യങ്ങൾ 19 മുതൽ 15:3 വരെയാണ് വായിക്കുന്നത്. അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയയിൽ നിന്നും യഹൂദന്മാർ വന്ന് പുരുഷാരത്തെ വശത്താക്കി പൗലൂസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്ന് പിറ്റേന്നാൾ ബർണബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യന്മാരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അവർ പിസിദിയിൽ കൂടെ കടന്ന് പാംഫുല്യയിലെത്തി. പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തലിലേക്ക് പോയി. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളുടെ കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ കൂടെ കുറെ കാലം അവിടെ പാർത്തു. യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ ഏൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു.
പൗലൂസിനും ബർണബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലൂസും ബർണബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമരിയിലും കൂടെ കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. പൗലൂസിന്റെ ഒരു മിഷണറി യാത്രയെക്കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആമോസിന്റെ പുസ്തകത്തിൽ വായിച്ചത് ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റും. കാരണം ഓരോ പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകുന്നതും പ്രവാസികളെ വിസിറ്റ് ചെയ്യുന്നതും, അതായത് ദൈവത്തിന്റെ ഒരു സാർവലൗകിക കാഴ്ചപ്പാടാണ് നമ്മളവിടെ കാണുന്നത്. അഹന്തയുള്ളവരോട് കർത്താവ് എതിർത്ത് നിൽക്കുന്നു. ഇപ്പൊ അതിനകത്ത് നമ്മൾ വായിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, ഏറ്റവും ക്രീമായിട്ടുള്ള ആളുകൾ, അവരാണ് ദൈവത്തിന്റെ കൈവശക്കാരൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം ഇവിടെ ജാതികളുടെ പട്ടണത്തിലേക്ക് വിജാതീയരുടെ സഭയാണ് അന്ത്യോക്യയിൽ സ്ഥാപിച്ചത്. അതാണ് അന്ത്യോക്യയിലെ സഭയുടെ പ്രത്യേകത. അവിടെ നമ്മൾ കാണുന്നത് അവിടെ നിന്നും കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. ഇപ്പൊ പൗലൂസിനെയും ബർണബാസിനെയും പ്രാർത്ഥിച്ച് അയച്ചത് അന്ത്യോക്യയിൽ നിന്നാണ്. അതുകൊണ്ട് അവർ അന്ത്യോക്യയിൽ ചെന്ന് അവിടെ റിപ്പോർട്ട് പറഞ്ഞു. ഇനി അന്ത്യോക്യയിൽ കുറെ നാൾ താമസിച്ചു. അപ്പൊ ഈ ജാതികളുടെ സഭ, അതാണ് അന്ത്യോക്യയിലെ സഭ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത ഇതാണ്. അത് തന്നെയാണ് നമ്മൾ ആമോസിന്റെ പ്രവചനത്തിൽ തൊട്ടു മുമ്പ് വായിച്ചത്. ദൈവം അഹങ്കാരികളെ ചിതറിച്ചു കളയുന്നു. മറിയത്തിന്റെ സ്തുതിഗീതമാണ്. പരിശുദ്ധ മറിയത്തോട് ഗബ്രിയേൽ മാലാഖ ദൂത് അറിയിച്ച ശേഷം മറിയം പറയുന്ന സ്തുതിഗീതമുണ്ട്. അപ്പൊ അവിടെ പറയുന്ന അഹങ്കാരികളെ ചിതറിച്ചു കളയുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് അജ്ഞതയാണ്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ അജ്ഞതയാണ്, ഇരുട്ട്, അറിവില്ല എന്നുള്ളതാണ്. ഇപ്പൊ രണ്ട് കാര്യത്തിലാണ് നമുക്ക് അറിവ് വേണ്ടത്. ഒന്ന് നമ്മളെക്കുറിച്ചുള്ള അറിവ്, രണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഈ രണ്ട് കാര്യത്തിലും തെറ്റുന്നവനാണ് ഇരുട്ടിലിരിക്കുന്നവൻ. ആണ് ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പലരും സ്വയം ചതിക്കുകയാണ്. അതുകൊണ്ട് മൂഢ, നീ നിന്നെ തന്നെ ഉപദേശിക്കുക എന്നുള്ള വാക്ക് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുക, അതാണ് ഗോസ്പൽ. ലൈറ്റിലാണ് ലൈഫ്, യോഹന്നാൻ സുവിശേഷം പറയുന്നത്. അപ്പൊ ഈ അജ്ഞത ഇരുട്ടാണ്. എന്ത് അജ്ഞതയാ? രണ്ട് അജ്ഞതയുണ്ട്. ഒന്ന് ദൈവത്തെ സംബന്ധിക്കുന്ന അജ്ഞതയും, രണ്ട് നമ്മെ സംബന്ധിക്കുന്ന അജ്ഞതയും. ഈ രണ്ട് കാര്യങ്ങൾ മാറുമ്പോൾ ആണ് സാൽവേഷൻ അനുഭവവേദ്യമാകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ധാരാളം ആളുകൾ ഇങ്ങനെ ഈ എൻഡ് ടൈം അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇപ്പൊ ഒത്തിരി പേര് അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് ഒക്കെ ഉണ്ട്. കർത്താവ് കാഹളം ഊതിക്കൊണ്ട് വരും, പിന്നെ ഇതിനുശേഷം ഇവിടെ മുദ്ര പൊട്ടിക്കും, പിന്നെ മുദ്രയടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ ഭ്രമാത്മകമായിരിക്കുന്ന ചിത്രീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെയാണ്. ആളുകൾ അത് വഴി വരുന്നു, പീഡകൾ വരുന്നു. ഇപ്പൊ ഈ കൊറോണ വൈറസ് വന്നിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് കുറച്ചത് മാർക്കറ്റ് ചെയ്യും. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം യോഹന്നാൻ മുതൽ പ്രസംഗിക്കാൻ തുടങ്ങി. ക്രിസ്തു അത് ഓപ്പൺ ചെയ്തു. പരിശുദ്ധാത്മാവ് അതിനെ യാഥാർത്ഥ്യമാക്കി. നാം ഇന്ന് ദൈവരാജ്യത്തിലാണ്. പക്ഷേ ആ ദൈവരാജ്യത്തിന്റെ എക്സ്പീരിയൻസ് ആളുകളിലേക്ക് വരുന്നില്ല. അത് കോൺഷ്യസ് അവയർനെസ്സിലേക്ക് മനുഷ്യവർഗം ഉയരണം. അത് കാലങ്ങളെടുക്കും. അപ്പൊ അതിലേക്കാണ് മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഗോസ്പൽ പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിലെ ഈ അസമത്വങ്ങളിൽ, നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ ഇപ്പം വായിച്ച വായനാഭാഗത്തിലാണ് എന്തൊക്കെയാണ്. ചിലർ വീട് തുറക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അവിടെ വായിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ല ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. Some snatch the fatherless from the breast and take a pledge from the poor. They cause the poor to the naked without clothing. അപ്പൊ ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. അപ്പൊ യോബിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അതേ രീതിയിൽ
ഉള്ള അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളും അനീതിയും ഇന്നും സമൂഹത്തിൽ വാഴുകയാണ്. ഇത് മാറി മനുഷ്യവർഗം ക്രിസ്തുവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയിൽ മാത്രമാണ് കർത്താവിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ ഈ ഇതിനകത്തേക്ക് വീണ്ടും കർത്താവ് വരികയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആദ്യത്തെ വരവിൽ ഇതെല്ലാം ചെയ്യാമായിരുന്നു. ഇപ്പൊ ഈ രണ്ടാമതൊരു വരവ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നവർ ശ്രദ്ധിക്കണം, അല്ല അതിനൊരു വിശദീകരണം പറയണം. കാരണം കർത്താവ് ഒന്നാമത് വന്നു, 2000 വർഷം മുമ്പ് വന്നു, കർത്താവ് ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി ഇപ്പോൾ വരുന്നതിൽ എന്താണ് പ്രസക്തി? മനുഷ്യവർഗം എത്ര വളർന്നു? ഇനി വന്ന് ചെയ്യുന്ന കാര്യം അന്ന് 2000 വർഷം മുമ്പ് വന്നപ്പോൾ ചെയ്താൽ പോരായിരുന്നു. അപ്പൊ ദൈവത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പൊ ചില ആളുകൾ പറയും അത് കർത്താവ് സ്ഥലമൊരുക്കാൻ വേണ്ടി പോയി, കർത്താവ് സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ വന്ന് നമ്മളെ ചേർക്കും, കർത്താവിന്റെ സ്ഥലമൊരുക്കൽ തീർന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ദൈവം സമയത്തിന് ബദ്ധനാണോ? ടൈം ബൗണ്ടഡ് ആണോ? ദൈവത്തിന് ഇതെല്ലാം ഒരുക്കാൻ ഒത്തിരി സമയം വേണം. അപ്പൊ ദൈവം സമയത്തിന് അധീനനാണ് എന്ന് പറഞ്ഞാൽ ദൈവമല്ല. പിന്നെ ദൈവം സമയത്ത് ഹീസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. അപ്പൊ ഒരുക്കപ്പെടുന്നത് ദൈവമല്ല, ദൈവത്തിന്റെ പ്രിപ്പറേഷൻ അല്ല, മനുഷ്യവർഗമാണ് ഒരുക്കപ്പെടേണ്ടത്. അതിന് സൂചന വെളിപ്പാടിന്റെ പുസ്തകത്തിലുണ്ട്. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ കാന്തയാണ് ഒരുക്കേണ്ടത്, ഒരുക്കപ്പെടേണ്ടത്. അതെങ്ങനെയാണ്? തന്നെത്താൻ ഒരുക്കണം. അപ്പൊ മനുഷ്യവർഗം ആ കോൺഷ്യസ് അവയർനെസ്സിൽ ഉയർന്ന് ദൈവത്തെ പോലെ ആവുക. അതിപ്പോ ഉടനെയൊന്നും സംഭവിക്കത്തില്ല, ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. ശാസ്ത്ര പുരോഗതി, മനുഷ്യൻ വർദ്ധിക്കുമ്പോൾ സ്വകാര്യ സ്വത്ത് സമ്പാദനം പൂർണ്ണമായി ലോകത്തുനിന്ന് മാറിക്കഴിയുമ്പോൾ അപ്പോഴേ കർത്താവ് വരത്തുള്ളൂ. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും, ഇതെന്ത് അബദ്ധമാണ് ഈ പറയുന്നത്. നിങ്ങൾ കടലിലേക്ക് നോക്ക്. കടലില് കരയിലുള്ളതിന്റെ 3 ഇരട്ടി ജീവജാലങ്ങളുണ്ട്. തിമിംഗലങ്ങളും മീനും. തിമിംഗലം പോലും അവിടെ സ്വകാര്യ സ്വത്തൊന്നും സമ്പാദിക്കുന്നില്ല. മത്തിയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. ഒരു പണക്കാരനായ മത്തി പോകുന്നു, ഒരു പാവപ്പെട്ട അയല പോകുന്നു, അങ്ങനെയില്ല. കിളികള് ഒന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല. അപ്പൊ കർത്താവിന്റെ പ്രബോധനം ആരംഭിക്കുമ്പോൾ എങ്ങനെയാ? കാക്കകളെ നോക്കുവീൻ, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞ്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിച്ചു വെക്കുന്നില്ല. അപ്പൊ ആ പറവകൾക്ക് തുല്യമായി നമ്മൾ മാറുന്നത് ഒരു ബേസിക് ക്വാളിഫിക്കേഷനാണ്. അവിടെ നിന്നാണ് ഗ്രോത്ത് ആരംഭിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഗ്രോത്ത് തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ആസ് ലോങ് ആസ് നമ്മൾ പ്രൈവറ്റ് സ്വത്ത് കൈവച്ചുകൊണ്ടിരുന്നിട്ട് കർത്താവ് വരും എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കർത്താവ് വരത്തില്ല എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. കാരണം നിങ്ങൾ ശരിയായിട്ടും കർത്താവ് എന്താണ് പഠിപ്പിച്ചതെന്നോ, കർത്താവിന്റെ പ്രബോധനം തുടങ്ങുന്ന അങ്ങനെയാണ്. ദൈവത്തെ പോലെ ആകുന്നതൊക്കെ പിന്നീടാണ്. ആദ്യം നമ്മൾ പറവകളെ പോലെയാണ്, ഈ ആകാശത്തിലെ പറവകളെ പോലെ ആകണം. അത് കഴിഞ്ഞാണ് അവനോട് തുല്യം നാമാകാൻ. ഉണ്ടോ? മനുഷ്യപുത്രൻ പറയാണ്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഭൂമിയിൽ ഇടമില്ല. പക്ഷെ അത് സംഭവിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മനുഷ്യവർഗം ഇനിയും വളരുകയാണ്. ശാസ്ത്ര പുരോഗതി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന് സ്വകാര്യ സ്വത്തിന്റെ ആവശ്യമില്ല എന്ന് വരും. അല്ല, അതിന്റെ അർത്ഥശൂന്യത അവന് മനസ്സിലാവും. അതിന് ലോങ് ടൈം എടുക്കും. യഹൂദന്മാരുടെ കണക്കില് മശിഹ വരാൻ ഇനിയും 2500 വർഷവും കൂടെ വേണം എന്നാണ് യഹൂദന്മാർ പറയുന്നത്. 2500 വർഷം. കാരണം 6000 വർഷം ആകുമ്പോഴാണ് മശിഹ വരുന്നത്.
പിന്നെ 1000 വർഷം ഭൂമിയിൽ വാഴുന്നൊക്കെ അവരങ്ങനെ കണക്ക് കൂട്ടുന്നു. അപ്പം ആ കണക്ക്, കാരണം അവർ സൃഷ്ടിയല്ല, അവരുടെ കലണ്ടർ, യഹോവ കലണ്ടർ തുടങ്ങിയതിന് തൊട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്. സൃഷ്ടി മുതലാണെങ്കിൽ അറ്റ് എനി ടൈം ഇപ്പോൾ കർത്താവ് വരാൻ സമയമായി. ആദിമ ക്രിസ്ത്യാനികളുടെ കണക്കാണെങ്കിലും 6000 വർഷമാണ്. പക്ഷെ അവർ സഭ റിവീൽ ചെയ്യപ്പോൾ മുതലാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ 2000 വർഷമാണ്. ഇനി 4000 വർഷം കൂടെ വേണം. അപ്പോൾ ശാസ്ത്ര പുരോഗതി ഇപ്പോൾ എത്ര ഫാസ്റ്റ് ആണ് നോക്ക്. കഴിഞ്ഞ 30 കൊല്ലത്തെ ശാസ്ത്ര പുരോഗതി നോക്ക്. ഇനി അടുത്തായിട്ട് ഇതേ റേറ്റിൽ തന്നെ നെക്സ്റ്റ് 1000 വർഷം കഴിയുമ്പോൾ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചിന്തിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ വെറും തമാശയായിട്ട് മാറും. നമ്മൾ ഈ പഴയ കല്ലറകളൊക്കെ തുറന്നു കഴിയുമ്പോൾ അന്നത്തെ അവരുടെ സമ്പാദ്യങ്ങളൊക്കെ കാണാൻ ചെറിയ ചെറിയ കല്ലും ചെറിയ കട്ടയൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പം അതുപോലെയാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന നേട്ടങ്ങൾ, സമ്പാദ്യങ്ങൾ എല്ലാം. അതിനൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവദത്തമായ ജീവനാണ്. അതിനെ തിരിച്ചറിയുക. അതാണ് നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ദൈവിക ജീവനെ തിരിച്ചറിയുന്നത്. അതിനാണ് ഏറ്റവും മൂല്യമുള്ളത്. അതിനെ തിരിച്ചറിയുന്ന കാഴ്ചയിലേറ്റൊക്കെ മനുഷ്യ വർഗം വന്നു കഴിയുമ്പോഴാണ് കർത്താവ് മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത്. അതുവരെ കർത്താവ് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ? പിതാവിന്റെ വലതുഭാഗത്ത് സുഖമായിട്ട് ചാരിയിരിക്കും. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പുത്രനോടാണ് അരുളി ചെയ്തത്. അപ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയാണ്, ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് എല്ലാം നിവൃത്തിയാകുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21-ാം വാക്യം നിങ്ങൾ എടുക്കണം. ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സ് 21. അപ്പോസ്തല പ്രവൃത്തി 3:21. പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുകയാണ്. പത്രോസ് ശ്ലീഹ പറയുകയാണ്, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോ സകല പ്രവാചകന്മാരും പറഞ്ഞ സകല കാര്യങ്ങളും യഥാസ്ഥാനമായി കഴിയുമ്പോൾ അന്ന് സിംഹം കാളയെപ്പോലെ പുല്ലു തിന്നുകയും സർപ്പത്തിന്റെ പോതിൽ ശിശു കളിക്കുകയും സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് മേയുകയും ഒക്കെ ചെയ്യുന്ന ടോട്ടൽ ആൻഡ് പെർഫെക്റ്റ് ഹാർമണി വന്നു കഴിയുമ്പോൾ മാത്രമേ കർത്താവിന്റെ മഹത്വപ്രത്യക്ഷത ഉണ്ടാകത്തുള്ളൂ. അല്ല അതിനു മുമ്പ് കർത്താവ് ഈ കയോസിലോട്ടൊന്നും വരത്തൊന്നുമില്ല. ഇനി കർത്താവ് വരാൻ വിചാരിച്ചാൽ തന്നെ സ്വർഗം അവനെ കൈക്കൊള്ളും. ഹെവൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കർത്താവ് വരണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് സ്വർഗം റിലീസ് ചെയ്ത് വിടുന്നില്ലെന്നാണ് പത്രോസ്ലിയ പറഞ്ഞ് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പം അതുകൊണ്ട് ഈ ഉടനെ അറ്റ് എനി ടൈം കർത്താവ് ഇപ്പം വരും, ദാ വരുന്നു, ദേ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള വാക്കുകൾ, അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് ഇതാ മനുഷ്യപുത്രൻ വരുന്നു എന്ന് പറഞ്ഞുള്ള വാക്കുകൾ കേട്ട് നിങ്ങൾ ഭ്രമിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ പേടിപ്പിക്കുന്ന ആളുകളുണ്ട്. കർത്താവ് ഉടനെ വരും എന്ന് പറഞ്ഞ്. കർത്താവ് അങ്ങനെ വരുന്നില്ല. നമ്മുടെ വളർച്ചയിൽ മാത്രമേ കർത്താവ് വരത്തുള്ളൂ. കാരണം അതിനു മുമ്പ് കർത്താവിന് വരേണ്ട ആവശ്യമില്ല, വന്നിട്ട് വിശേഷവും ഇല്ല. അടുത്ത ഭാഗം 2 കൊരിന്ത്യർ 11-ാം അധ്യായമാണ്. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ല. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്ന ആശ്ചര്യം. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. കണ്ടോ, പൗലൂസ് പറയാണ് പുള്ളി അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ലെന്ന്. പക്ഷേ ഗ്ലോറിയസ് ഗോസ്പൽ നിരന്തരം കേൾക്കുന്നവർക്കറിയാം പൗലൂസിന്റെ ചിന്തയിൽ മാറ്റം ഉണ്ടായി. പ്രോഗ്രസീവ് റെവലേഷന് പൗലൂസ് അവസാനം തിരുത്തി പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയൊരു പാപിയാണ്. ഇതാണ് നമ്മൾ ഈ ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം. ഇവിടെ പറയാണ്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഞാൻ വാക് സാമർത്ഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല.
ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. പൗലൂസ് പറയാണ് എനിക്ക് നല്ല അറിവൊക്കെ ഉണ്ട് എന്നാണ് പൗലൂസ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ? പിന്നെ പൗലൂസ് പറയുന്നത് ഞാൻ നിന്റെ നിന്നും കാശൊന്നും മേടിച്ചിട്ടില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായപ്പോൾ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല. മക്കതോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാരത്ര എന്റെ മുട്ട് തീർത്ത്. കൊരിന്ത്യക്കാരെ, നിങ്ങൾ അങ്ങനെ വലിയ ആളൊന്നും വേണ്ട. ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ആരും എനിക്ക് പണം തന്നൊന്നും സഹായിച്ചില്ല. മാസിഡോണിയൻ പ്രദേശ് ബ്രോട്ട് മീ മണി എന്നൊക്കെയാണ് പൗലൂസ് പറയുന്നത്. ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. എന്നിലുള്ള ക്രിസ്തുവിന്റെ സത്യത്തിനാണ് അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് ആരുമില്ലാതാക്കുകയില്ല. അത് എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കായകൊണ്ടോ? ദൈവം അറിയുന്നു. എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തു കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരല്ലാതെ അത് ആശ്ചര്യമല്ല. സാത്താൻ താനും വെളിച്ചതൂതിന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവരുടെ ശുശ്രൂഷക്കാർ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അത് ഒട്ടും അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഇതാണ് പൗലൂസ് അവിടെ എഴുതുന്നത്. നമ്മളവിടെ ഈ ഭാഗമായിട്ട് കണക്ട് ചെയ്ത് മുമ്പേ വായിച്ച ആ പഴയ നിയമ ഭാഗം വായിക്കണം. ആലയത്തിൽ വഞ്ചിക വെക്കുന്നത്. അപ്പൊ അവിടെ പറയാണ് പുരോഹിതന്മാർക്ക് പാപയാഗത്തിന്റെയും അകൃത്യയാഗത്തിന്റെയും ഓഹരി പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. അത് ആലയത്തിലേക്ക് എടുക്കുകയില്ലായിരുന്നു. ഇപ്പൊ ശുശ്രൂഷകന്മാരുടെ നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന വിശ്വാസികളുടെ ഒരു കടമയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഭാഗങ്ങൾ. കാരണം നിങ്ങളെ നടത്തുന്നവർ അത് വ്യസനത്തോടെ നടത്തുവാൻ ഇടയാകരുത്, ദുഃഖത്തോടെ നടത്തുവാൻ ഇടയാകരുത്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കണ്ടമാനം കോടികൾ സമ്പാദിക്കുന്നതും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതുമായ കാര്യങ്ങളല്ല. കർത്താവിൻ്റെ വേല ചന്തവും ഉചിതവുമായിട്ട് നടത്തണം. അത് പുരോഹിതനായാലും പാസ്റ്ററായാലും ആ ശുശ്രൂഷ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുവാൻ ആളുകൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ എന്നാ പറഞ്ഞ പോലെ ഈ സുറിയാനി സഭയിലെ ഒരു പുരോഹിതനും കുർബാന ചൊല്ലിയൊന്നും കോടീശ്വരനായിട്ടില്ല. കുർബാന ചൊല്ലിയാൽ കോടീശ്വരനാകാനും പറ്റത്തില്ല. അവസാനത്തെ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതലുള്ള ഭാഗങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ. യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? കർത്താവ് എന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം എന്റെ വലതുഭാഗത്ത് ഇരിക്ക എന്ന് അരുളി ചെയ്തു. നമ്മൾ മുമ്പേ പറഞ്ഞ ഭാഗം തന്നെ വന്ന് വായനയ്ക്കകത്ത്. കർത്താവ് എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുവല്ലോ, പിന്നെ അവന്റെ പുത്രനാകുന്ന എങ്ങനെ? എന്നാൽ വലിയ പുരുഷാരം അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു. അവൻ തന്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്നനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും എന്ന് പറഞ്ഞു. പിന്നെ യേശു സ്ത്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമെടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുക, ഈ വായനാ ഭാഗം വന്നിരിക്കുക. അപ്പൊ ഈ ഭണ്ഡാരത്തിന്റെ ദൈവാലയ ഭണ്ഡാരത്തെ കുറിച്ച്, അപ്പൊ ഈ ദൈവാലയ ഭണ്ഡാരം വെച്ചിരിക്കുന്നതിനെ കുറിച്ച് കുറച്ചു മുമ്പേ നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു. വഞ്ചിക ഉണ്ടാക്കി വെക്കണമെന്നും അതിന്റെ വാതിക്കൽ ഇടണമെന്നും. അപ്പം അതിന്റെ തൊട്ടുമുകളിൽ കണ്ടോ, അങ്കികളോടെ നടക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്നു.
ഇപ്പം എന്ന് പറഞ്ഞാൽ വഴിയെ പോകുമ്പോഴൊക്കെ ആളുകൾ വണങ്ങണം, പള്ളിയിൽ ചെല്ലുമ്പോൾ പ്രധാന സ്ഥാനം കിട്ടണം, ഭക്ഷണത്തിന് എന്നാൽ പ്രധാന സീറ്റ് കിട്ടണം. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അപ്പം അതേക്കുറിച്ചാണ് നമ്മൾ ആമോസിൻ്റെ പുസ്തകത്തിലും അതിനു മുമ്പ് നമ്മൾ വായിച്ച രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒക്കെ വായിച്ചത്. പിന്നീട് വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. അതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിച്ചത്. ഞാൻ മുമ്പേ വായിച്ച ഇതിൻ്റെ എല്ലാം കണക്ഷൻ, ഈ ഡെയിലി റീഡിങ്സ് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം കണക്ഷൻ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും വിശദീകരിച്ച് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ആ പാപങ്ങൾ മുഴുവൻ, ഇപ്പം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ആ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ ഇന്ന് അങ്ങനെയുള്ള പാപങ്ങളാണ്. പക്ഷെ ആ പാപങ്ങൾ ഒരു ഗ്ലോറിഫൈഡ് ഫോമിൽ ക്രിസ്ത്യാനിറ്റിക്കകത്ത് നിലനിൽക്കുകയാണ്. പക്ഷെ അത് വേറൊരു രീതിയിലാണ്, കൺസീൽഡ് ആണ്. ഇയ്യോബ് അത് തുറന്നു പറഞ്ഞിരിക്കുന്ന അതേ പാപങ്ങളാണ് ഇപ്പോൾ ഈ അലങ്കരിച്ച കുപ്പായങ്ങളും വീതി കൂട്ടിയ മന്ത്രപ്പട്ടയും അങ്ങാടിയിലെ വന്ദനവും പള്ളികളിലെ മുഖ്യാസനവും. അപ്പം ഇത് മനസ്സിലായി. ഇപ്പം ഈ സുവിശേഷത്തിൻ്റെ ഈ മർമ്മം മനസ്സിലായവരാണ് നമ്മുടെ സഭയിലെ മരുഭൂമിയിലേക്കൊക്കെ പ്രാർത്ഥിക്കാൻ പോയ താപസന്മാർ, ദേറാക്കാർ. അപ്പൊ ദേറായിലേക്ക് പോകുന്നവരെയാണ് ഈ റംബാൻ എന്ന് വിളിക്കുന്നത്, റംബാൻമാർ. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ റംബാച്ചന്മാര് അല്ലെ റംബാൻമാർ വളരെ ആക്റ്റീവായിട്ട് ഭൗതിക കാര്യങ്ങളിലാണ് ഇടപെടുന്നതെന്നുള്ളതാണ്. സന്യാസിമാർ സമരം ചെയ്യുന്ന കാഴ്ച പണ്ട് നായനാര് പറഞ്ഞാൽ, ഈ തുളസീദാസ്, സൂർദാസ്, കബീർദാസ് അങ്ങനെ 3 കവികളുണ്ടായിരുന്നു ഹിന്ദിയിൽ. തുളസീദാസ് ആണ് പറഞ്ഞത്, മുത്തൊരിക്കലും ചാക്കിൽ കെട്ടിവെക്കത്തില്ല, ഓരോന്നോരോന്ന് വെക്കണം. സിംഹം ഒരിക്കലും കൂട്ടം കൂടി നടക്കത്തില്ല, മാനുകളാണ് പറ്റമായിട്ട്, പന്നികൾ കൂട്ടമായിട്ട് വെക്കുന്നത്. അതുപോലെ സന്യാസിമാർ സംഘടിക്കാൻ പാടില്ല. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മുഖാമുഖം കാണുകയാണ്. അപ്പൊ ഈ വക പ്രലോഭനങ്ങളും ആഡംബരങ്ങളും എല്ലാം ഒഴിവാക്കുന്നതാണ് സന്യാസം. ആ സന്യാസത്തിന്റെ അടയാളമാണ് മസനപ്സയും. ആ സന്യസ്തരുടെ പേരാണ് റംബാൻ എന്നുള്ളത്. ഇന്നത്തെ ഏറ്റവും വലിയ ദയനീയമായ വിരോധാഭാസം, റംബാൻമാർ കയ്യേറ്റം നടത്താൻ നടക്കുന്നു, മറ്റു ചില റംബാന്മാർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടക്കുന്നു. പക്ഷേ ഈ സുവിശേഷത്തിന്റെ എസൻസ് അവൻ മനസ്സിലാക്കുന്നില്ല. ഇതാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു തിയോളജി അവിടെ ഇന്നത്തെ വായനാ ഭാഗത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ തൃത്വവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യേശു ചോദിക്കുകയാണ്, എൻ്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം എൻ്റെ വലതു ഭാഗത്തിരിക്കുക എന്ന് അരുളി ചെയ്തു. ദാവീദ് പറയാണ്, എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു. കണ്ടോ, ട്രിനിറ്റി വന്ന കണ്ടോ? അവിടെ പറയാണ്, യേശു പറയാണ്, യേശു ദൈവാലയത്തിൽ പഠിപ്പിക്കുമ്പോൾ പറയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട്, അപ്പൊ രണ്ടുപേരും വന്നു, പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്ത് നീ ഇരിക്കുക. അപ്പൊ ഒരു കർത്താവ് വേറൊരു കർത്താവിനോട് പറഞ്ഞു. ഇതാരാ? ഇനി ദാവീദ് പിച്ചുമ്പേയും പറഞ്ഞാണ്, യേശു അറ്റസ്റ്റ് ചെയ്യാണ്, എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറഞ്ഞു. ട്രിനിറ്റി വന്നു. മനസ്സിലായോ? ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ആരാ പറയുന്നേ? സണ്ണ് പറയുകയാണ്. ഇപ്പൊ കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്ക. ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആണോ? 2 ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. ഒരു പേഴ്സൺ മറ്റേ പേഴ്സണോട് പറയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്ക എന്ന് ദാവീദ് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? പരിശുദ്ധാത്മാവിൽ പറഞ്ഞു.
ചുമ്മാ അബദ്ധമൊന്നും അല്ലെന്ന്. അപ്പൊ ഇതെങ്ങനെ സാധിക്കും? പറഞ്ഞു അങ്ങനെ കർത്താവ് എന്ന് പറയുന്നല്ലോ, പിന്നെ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? അപ്പൊ ക്രിസ്തു ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ? അപ്പോൾ കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ ആരോട് പറഞ്ഞോ ആ പറയപ്പെട്ട കർത്താവ് ക്രിസ്തുവാണ്, ദൈവപുത്രനാണ്. ആ ക്രിസ്തു എന്ന ദൈവപുത്രനെ ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുന്നുണ്ട്. സൺ ഓഫ് ഡേവിഡ് എന്ന് വിളിക്കുന്നുണ്ട്. ദാവീദ് പുത്ര, അല്ലെ തന്നെ ദാവീദ് പുത്രൻ ഓശാന, ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ. അപ്പൊ പ്രവചനത്തിൽ മുഴുവൻ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോ ദാവീദ് പരിശുദ്ധാത്മാവിൽ ഈ ക്രിസ്തുവിനെ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ദാവീദ് കർത്താവെ എന്ന് വിളിച്ച ആ ക്രിസ്തു എന്ന ദൈവപുത്രൻ എങ്ങനെ ദാവീദിന്റെ പുത്രനാകും? ഇപ്പൊ ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ദൈവത്തിന്റെ മാതാവാണ് മറിയമെങ്കിൽ, മറിയം ദൈവത്തിന്റെ മാതാവാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതേ സംശയമാണ് യേശു കർത്താവ് ചോദിക്കുന്നത്. ദാവീദ് പുത്രനാകുന്നത് എങ്ങനെ? ദാവീദ് പുത്രനാകുന്നതിനേക്കാൾ എത്രയോ ഫിസിക്കൽ എവിഡൻസ് ഉണ്ട് മറിയത്തിന്റെ പുത്രനായിരിക്കുന്നതിൽ. കർത്താവ് ചോദ്യം ഉയർത്തുകയാണ്. ഇത് പരിശുദ്ധാത്മാവിൽ ഗ്രഹിക്കേണ്ടതാണ്. ഇത് ഓർത്തഡോക്സി പറയുന്ന ബിലീഫ്, വിശ്വസിക്കുക. പ്രൊട്ടസ്റ്റന്റിനിസം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എവരിത്തിങ് എന്ന്, ചോദ്യം ചെയ്യുക. ഇപ്പൊ ക്വസ്റ്റ്യൻ എവരിത്തിങ് എന്നുള്ളതിന്റെ റൂട്ട് നമ്മൾ പോയി വന്നു കഴിയുമ്പോൾ മാർട്ടിൻ ലൂതർ വന്നിരിക്കും. യുക്തിവാദികളുണ്ട്. ഫോളോ എവിഡൻസ്, ലെറ്റ് എവിഡൻസ് ലീഡ്സ്, ക്വസ്റ്റ്യൻ എവരിത്തിങ്. ഇതൊക്കെയാണ് യുക്തിവാദികൾ പറയുന്നത്. അവർ പറയുന്നത് സോക്രട്ടീസും ഒക്കെ പറഞ്ഞാണെന്നും, അല്ലെ അരിസ്റ്റോട്ടിൽ പറഞ്ഞാണെന്നും, പ്ലേറ്റോ പറഞ്ഞാണെന്നും ഒക്കെ അവർ പറയും. കുറച്ച് ഫിലോസഫേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കണക്ട് ചെയ്യാൻ നോക്കും. അപ്പൊ പെന്തക്കോസ്തുകാരും ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ എവരിത്തിങ്. ഈ എങ്ങനെയാണ് ഈ ഗോതമ്പ് റൊട്ടിയും ഈ വീഞ്ഞും എങ്ങനെ കർത്താവിന്റെ ശരീരവും രക്തമാകുന്നത്? ക്വസ്റ്റ്യൻ എവരിത്തിങ്. പുരോഹിതൻ ഉർശിമ വെച്ചാൽ എങ്ങനെ പാവം മോചിക്കുന്നത് എങ്ങനെയാണ്? ഒരാൾ വെള്ളത്തിൽ മുക്കുമ്പോൾ എങ്ങനെയാണ് പാവമോചനം ഉണ്ടാകുന്നത്? മരിച്ചുപോയ മറിയത്തോടും വിശുദ്ധന്മാരോടും പ്രാർത്ഥിച്ചാൽ അവരെങ്ങനെയാണ് കേൾക്കുന്നത്? ഇംഗ്ലീഷ് അറിയാൻ വരാത്ത അവരോട് എങ്ങനെ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാൽ മനസ്സിലാവും? തമിഴും മലയാളം അവർക്ക് പിടി കിട്ടുമോ? ക്വസ്റ്റ്യൻ എവരിത്തിങ്, ദാറ്റ്സ് ഗുഡ്. അപ്പൊ ആ ചോദ്യം ചെയ്യലിന്റെ ആത്മാവ് ഇങ്ങനെ വന്ന് അപ്പൊ മാർട്ടിൻ ലൂതറിൽ നിന്നാണ് തുടങ്ങിയെന്ന് പറയും. മാർട്ടിൻ ലൂതർ നേരെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ പ്ലേറ്റോ ആണെന്നോ അരിസ്റ്റോട്ടിലാണെന്നോ സോക്രട്ടീസ് ആണെന്നോ ഒക്കെ പറയും. പക്ഷെ ഇതൊന്നും അല്ല സോഴ്സ്. അവിടുന്ന് പുറകോട്ട് പോകണം. ഏതൻ തോട്ടത്തിൽ ചെന്നാൽ മതി. ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ്. ദൈവം വാസ്തവത്തിൽ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? സാത്താനി ചെന്നാ നിൽക്കുന്നത്. ക്വസ്റ്റ്യൻ എവരിത്തിങ് എന്നുള്ള സാത്താനിലാണ്. ബിലീഫ്. ഓ, മനസ്സിലായോ? അപ്പൊ ഓർത്തഡോക്സിയിൽ സംബന്ധിച്ച് ബിലീഫ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. പെന്തക്കോസ്തലിസം സാത്താന്റെ സന്തതികളാണ്. ക്വസ്റ്റ്യൻ എവരിത്തിങ് എല്ലാം ചോദ്യം ചെയ്യാണ്. വെരി ഗുഡ്. നിങ്ങളത് വഴി ചോദ്യം ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ എവരിത്തിങ്. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട് ഇത് എങ്കിട്ടുന്ന ഇതിന്റെ ട്രാക്ക് എവിടുന്നാ വരുന്നത്? അപ്പം യേശു കർത്താവ് ചോദിക്കാം, നിങ്ങൾക്ക് വേണേ ആൻസർ ചെയ്തോ. യേശുവിന്റെ ചോദ്യം എന്റെ അല്ല. യേശു ചോദിക്കാണ്, ദാവീദ് പുത്ര എന്നാണ് മശിഹയെ കുറിച്ച് പറയുന്നത്, ദാവീദ് പുത്രൻ. പക്ഷെ ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിൽ ഈ മശിഹയെ വിളിക്കുന്നത് എന്റെ കർത്താവെന്നാണ്. ഇപ്പൊ സ്വന്തം പുത്രനെ എങ്ങനെയാണ് കർത്താവ് എന്ന് വിളിക്കുന്നത്? എല്ലാവരും പരിശുദ്ധ മറിയത്തെ പറ്റി ചോദിക്കുന്നു. അയ്യോ, ഈ യേശു കർത്താവ് മറിയത്തിന്റെ സൃഷ്ടാവായിട്ട് വരുന്ന ദൈവമല്ലേ, പിന്നെ എങ്ങനെയാ മറിയത്തിന്റെ പുത്രനാകുന്നത്? യേശു പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ, യേശു മറിയസുതാ ഞങ്ങളെ തുണയ്ക്കണമേ. ബിലീവ്, വിശ്വസിക്കുക. യേശു ചോദിക്കുന്നത് എങ്ങനെ ദാവീദിന്റെ പുത്രനാണ്? ദാവീദ് അവനെ കർത്താവെ എന്ന് വിളിക്കുന്നു. മറിയം കർത്താവെ എന്ന് വിളിക്കുന്ന ആ ദൈവമാണ് അവളിൽ അവതരിച്ചത്. മൂഢന്മാരെ, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ യഹൂദന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ദാവീദ്, നിങ്ങൾ പറയുന്നുണ്ട് ദാവീദ് പുത്രനാണ്, പക്ഷേ ദാവീദ് പരിശുദ്ധാത്മാവിൽ കർത്താവെന്നാണ് പറയുന്നത്. ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിനായി പറയും. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നല്ലോ, പിന്നെ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? എന്നാൽ വലിയ പുരുഷാരം അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോകുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വചന ധ്യാനം അവിടെ അവസാനിക്കുകയാണ്.
അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇന്നത്തെ വായനാ ഭാഗങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ ധാർഷ്ട്യം, അഹങ്കാരം, മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള പ്രവണത, 2 കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. ഏറ്റവും ഒടുവിലായി സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ തൃത്വത്തെ സംബന്ധിക്കുന്ന വലിയൊരു രഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വെളിപ്പെടുത്തുന്ന ഭാഗവും നമ്മൾ വായിച്ചു. അനീഷ് പമ്പാവാലി എരുമേലി, അനീഷേ, അത് വളരെയധികം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അനീഷ് സ്നാനത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കണം. യൂട്യൂബിൽ ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ചാനലുണ്ട്. അതിൽ മാമോദിസായെ സംബന്ധിച്ച് ക്ലാസ്സുകളുണ്ട്. അത് കേൾക്കണം. ശിശു സ്നാനം എന്ന് നിങ്ങൾ പറയുന്നത് 100% ശരിയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം മാമോദിസ അല്ലെങ്കിൽ സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസം എന്ന് പറയുന്നതേ ബൈബിൾ പറയുന്നുള്ളൂ. അത് ശിശുവിനാണോ മുതിർന്നവനാണോ ശിശുവിന് കൊടുക്കരുതെന്നൊന്നുമില്ല. ഈ അനീഷ് പമ്പാവാലി എരുമേലി എന്ന് പറയുന്ന സുഹൃത്ത് ബൈബിളിൽ നിന്ന് ഒരു സിംഗിൾ വാക്യം കൊണ്ട് കാണിക്കുക ശിശുക്കളെ സ്നാനപ്പെടുത്തരുത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് മുതിർന്നവർക്കേ കൊടുക്കാവൂ എന്നൊരു വാക്ക്. അങ്ങനെ ഉണ്ടോ അനീഷേ? അപ്പം നിങ്ങളല്ലേ വ്യാജം പറയുന്നത്. ശിശുക്കളെ തടയരുത് എന്ന് വാക്യമുണ്ട്. ദൈവരാജ്യം അവർക്ക് അന്യമാക്കി പോകരുത് എന്ന് വാക്യമുണ്ട്. നിങ്ങളല്ലേ അവരെ മാറ്റി നിങ്ങളുടെ സഭയിൽ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നത്. സഭയിൽ അംഗങ്ങളായിട്ട് നിങ്ങളിരിക്കുമ്പോൾ അപ്പം നുറുക്കി തിന്നുമ്പോൾ ആമോസിന്റെ പുസ്തകത്തിലെ ഹൃദയഭേദകമായ വാക്യം അനീഷിനറിയാമോ? കുഞ്ഞുങ്ങൾ അപ്പത്തിനായി കൈ നീട്ടുന്നു, അവന്മാർ അത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ കർത്തൃമേശയെക്കുറിച്ചാണ് പ്രവചനം. ഓർത്തോണം. അല്ലാതെ സുറിയാനി സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിശുക്കളെ 56-ാം ദിവസം മാമോദിസമൊക്കെ അന്ന് തന്നെ വിശുദ്ധ കുർബാന കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇതിന്റെ പാർട്ടാണ്. പിന്നെ അത് നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്ത വിഷയമായതുകൊണ്ട് ആവർത്തന വിരസതയുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ലേറ്റ് നൈറ്റ് ആണ്. അനീഷ് ഒരു ജെനുവിൻ പേഴ്സൺ ആണെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ ചാനലിൽ പോവുക. അവിടെ മാമോദിസയെ പറ്റി ക്ലാസ്സുകളുണ്ട്. 5 ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ 5 ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് പറയുക. ഞാൻ അനീഷിനെ ഫോൺ വിളിക്കാം, നമുക്ക് സംസാരിക്കാം. അനീഷിനോ അനീഷിൻ്റെ പാസ്റ്റർക്കോ ആർക്ക് വേണേലും വരാം. നിങ്ങൾ എന്നെ ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു കിരീടവും കിട്ടും, എനിക്ക് മനഃശാന്തിയും കിട്ടും. അപ്പോൾ പിന്നെ ആട്ടെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.